കൊല്ലം നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകതകളിൽ ആശങ്ക പങ്കുവച്ച നാട്ടുകാർ. മൈലക്കാട് ഉണ്ടായതിന് സമാനമായ അപകടം ഉണ്ടാകുമെന്ന ഭയത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കൊല്ലം പറക്കുളത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഹൈവേയുടെ പാർശ്വഭിത്തി അലൈൻമെന്റ് ഇടിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും കമ്പനി അധികാരികളും പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ തീരുമാനമായി. നമ്മുടെ പറക്കുളത്തിൻ്റെ ഈ താഴ്ന്ന ഭാഗത്തിന് മുകൾവശം എന്ന് പറയുന്നത് ഏകദേശം 200 മീറ്ററോളം നീളത്തിൽ വിന്ത് കയറിയ ഭാഗമാണ്. ആ ഭാഗത്ത് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുകയും തൽക്കാലം പണി നിർത്തിവെക്കാനും, കൂടാതെ അവിടെ ഇട്ടിരിക്കുന്ന മണ്ണ് എന്ന് പറയുന്ന കായലിൽ കൊണ്ടുവന്ന ചെളിയാണ്, അതാണ് ഇട്ടിരിക്കുന്നത് കൂടുതലും. കാരണം നമ്മളവിടെ പരിശോധന നടത്തിയപ്പോൾ അതിനകത്തും നിറച്ചും തക്കുകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട കളക്ടറോട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് തൽക്കാലം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് പറയുകയുണ്ടായി. ആ സ്ഥലത്ത് തന്നെയാണ് ഇവർ ഈ പറയുന്ന ആര്യവാൾ വെളിയിലോട്ട് തള്ളുകയും കുറച്ച് ഭാഗം താക്കോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു വൻ ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. മഴക്കാലമായാൽ മൈലക്കാട് സംഭവിച്ചതുപോലെ അപകടം ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് ജനങ്ങൾ പങ്കുവച്ചത്. ഭിത്തിയുടെ ഇടയിൽ വിടവ് വരുന്ന ഭാഗം റബ്ബർ ഉപയോഗിച്ചടച്ചാണ് നിർമ്മാണം നടത്തുന്നത്. മഴ പെയ്ത സമയങ്ങളിൽ ഇതിന്റെ ഇടയിലൂടെ വെള്ളം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നതും സ്ഥിരം കാഴ്ചയാണ്. സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ ഭീതി മനസ്സിലാക്കി ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.